ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലുള്ള KCBC മധ്യവിരുദ്ധ സമിതി കത്തീഡ്രൽ യൂണിറ്റ് ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 20 ഒരു ബോധവൽക്കരണ പരിപാടി എന്ന നിലയിൽ ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം വഴിയായിട്ട് ഒരു ബോധം നൽകുക, ലഹരിക്കെതിരെ അതുപോലെ തന്നെ പല വിധത്തിലുള്ള നാനാജാതി നവമാധ്യമങ്ങളിലൂടെയും വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ് കത്തീഡ്രൽ യൂണിറ്റ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈയിടെ നമ്മൾ നടത്തിയ ഷോർട്ട് ഫിലിം. അതുപോലെ തന്നെ നമ്മളുടെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു, ബോധവൽക്കരണം നടത്തുന്നു, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ എത്തിയാണ് കത്തീഡ്രൽ യൂണിറ്റ്. അതിൻ്റെ ഇന്നത്തെ ഒരു ഭാഗമായിട്ട് ജൂൺ 26 അന്താരാഷ്ട്ര ദിനത്തിൽ ഇന്നിവിടെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ സമ്മേളനത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ എക്സൈസിലെ CA ശങ്കർ സാറാണ്. അതുപോലെ തന്നെ ആശംസ നൽകാനായിട്ടും മുഖ്യപ്രഭാഷണം നടത്താനായിട്ട് നമ്മുടെ രൂപത ഡയറക്ടറായ ജോൺ പോൾ EN വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കത്തീഡ്രൽ വികാരിയച്ഛൻ ലാസർ കുട്ടിക്കാരനത്തിന് ഇപ്പോൾ എത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാരവാഹികളെ കൊറോണ പ്രസിഡന്റ് ജോയ് മുളരിക്കൽ ഇവരെ എല്ലാവരും ഇന്നിവിടെ സന്നിഹിതരാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പ്രാർത്ഥന നടത്താം. അതിനുശേഷം നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. മൗന പ്രാർത്ഥന. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് കത്തീഡ്രൽ യൂണിറ്റ് സൈമൺ കാപ്പുകാരനെ അന്താരാഷ്ട്ര ലൈംഗികമാണ് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും മദ്യവും മയക്കുമരുന്നും അതേമാതിരി ഡാൻസും അങ്ങനെയുള്ള പല മാരകമായ ഈ സാധനങ്ങൾ കഴിച്ചുന്ന യുവാക്കളും നമ്മുടെ അതേമാതിരി മുതിർന്നവരെ കഴിച്ച് നമ്മുടെ നാടും നമ്മുടെ സഭയും സമൂഹത്തെ നശിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ ഉണർന്ന് നമ്മൾ അതിനെതിരെ ശക്തമായി നമ്മൾ ഇല്ലാതാക്കാനുള്ള വഴികളൊക്കെ കാണിച്ചാൽ നമ്മൾ ചെയ്തു തുടങ്ങണം. അതിനായിട്ടാണ് നമ്മളൊക്കെ ഈ ഒരു പരിപാടി ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വാഗതത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ആദ്യമായി നമ്മുടെ രൂപത ഡയറക്ടറായ അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ CA നമ്മുടെ ശങ്കർ സാറെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രൂപത ട്രഷറായ ജോലി ചായനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മധ്യവിരുദ്ധ സമിതിയിലെ അതേമാതിരി തന്നെ കൊറോണ ട്രഷറായ നമ്മുടെ ജോയ് മുളരിക്കിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഇതിനെ സമീപിക്കേണ്ടി വന്ന നമ്മുടെ എല്ലാ അംഗങ്ങളെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന സന്ദേശം നൽകുകയും ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശങ്കർ സാറിനെ ശ്രമിക്കും. ബഹുമാനപ്പെട്ട കേരളത്തിലെ മദ്യവിരുദ്ധ സമിതി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ആൾക്കാരുടെ മുന്നിൽ വെക്കുന്ന പേരാണ്. ഒട്ട് നിരവധിയായിട്ടുള്ള മറ്റ് തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മദ്യവിരുദ്ധ രംഗത്ത് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ പോലും ചോദ്യം ചെയ്യുകയും തെറ്റായ നിലപാടുകളെ എടുക്കാൻ വേണ്ട വിധത്തിൽ ഇടപെടലുകൾ നടത്തുന്ന മഹത്തായ സംഘടനയുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അങ്ങനെ ഒരു അഭിപ്രായം നൽകുന്നു. പലപ്പോഴും ഇടപെടൽ KCBCയുടെ ഇടപെടൽ തെറ്റായ മദ്യനയോ തെറ്റായ രീതിയിലുള്ള മദ്യത്തെ സംബന്ധിച്ച സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഇടപെട്ട് അത് മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ കൊണ്ടുവരാനിരിക്കുന്ന KCBCയുടെ ഇന്നത്തെ പരിപാടി അന്താരാഷ്ട്ര ലഹരി ദിനവുമായി ബന്ധപ്പെട്ട് ചുരുക്കം ചില ആളുകളാണെങ്കിലും അത് വലിയ പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സംഘടനയായ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ ചെറിയ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായിട്ട് നമ്മുടെ ജോൺ പോൾ EN വെച്ചനെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട KCBC മധ്യവിരുദ്ധ സമിതിയുടെ ആദരണീയരും സംപൂജ്യരുമായ പ്രവർത്തക വേദിയിൽ
നേതൃത്വ നിലയിലായിരിക്കുന്ന രൂപതാ ട്രസ്റ്റർ ശ്രീ ജോണി തോമസ്, നമ്മുടെ ഈ കത്തീഡ്രൽ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആയി ശുശ്രൂഷ ചെയ്യുന്ന സൈമൺ, അതുപോലെ തന്നെ നമ്മുടെ കത്തീഡ്രൽ ഇടവകയുടെ ഈ ഫൊറോനയുടെ പ്രസിഡൻ്റായിരിക്കുന്ന നമ്മുടെ ജോയ് മുളരിക്കൽ, സംസ്ഥാന ഭാരവാഹി മറ്റ് ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് ഈ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കത്തീഡ്രൽ ഇടവകയുടെ ശക്തരായ മദ്യവിരുദ്ധ പ്രവർത്തകരെ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇടവക തലത്തിലും രൂപതാ തലത്തിലും കൊറോന തലത്തിലും തീർച്ചയായിട്ടും അംഗസംഖ്യയില് കുറവാണെങ്കിലും പ്രവർത്തനങ്ങൾക്കൊട്ടും കുറവില്ല. നമ്മുടെ ഓരോ ചലനവും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള സമർപ്പണമാണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ലഹരി സമൂഹത്തെ എപ്രകാരം നശിപ്പിക്കുന്നുവെന്ന്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് 1987 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുവാനായിട്ട് പ്രത്യേകമാതിരി ലോകരാഷ്ട്രങ്ങൾ ഒരു പ്രത്യേക ബോധവൽക്കരണ ദിനത്തിന് വേണ്ടിയുള്ള ഒരു ദിനം തന്നെ അനൗൺസ് ചെയ്യപ്പെട്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉദ്ഘാടക പ്രസംഗകൻ നമ്മുടെ എക്സൈസ് CI ശങ്കർ സാറ് സൂചിപ്പിച്ചതുപോലെ KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ വളരെ ശ്രദ്ധയോടെയാണ് കാണുക. ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ KCBC മദ്യവിരുദ്ധ സമിതി ഉയർത്തിയിട്ടുണ്ട്. പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ കത്തീഡ്രൽ ഇടവക സമൂഹം തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇറക്കിയ ഷോർട്ട് ഫിലിമൊക്കെ. ക്ലാസുകൾ സ്കൂളുകൾ തോറും അതുപോലെ തന്നെ മറ്റ് ജനങ്ങൾക്കും മറ്റ് പ്രവർത്തകർക്കും ഒക്കെ വേണ്ടിയുള്ള ബോധവൽക്കരണം എല്ലാ തലങ്ങളിലും എല്ലാ തുറകളിലും നാം നടത്തി വരുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം അവസാനിക്കാത്ത സമരവീര്യമായിട്ട് നിലനിൽക്കട്ടെ. സമൂഹത്തെ ലഹരിയുടെ പിടിയിൽ നിന്ന് കാത്തുരക്ഷിക്കാനായിട്ട് ഉള്ള നമ്മുടെ പരിശ്രമങ്ങളെ ഒന്നും നിഷ്ഫലമല്ല എന്ന് നമുക്ക് ഉറച്ചു ബോധ്യപ്പെടാം. ഒരുപക്ഷെ നാട്ടിലെ ഇന്നത്തെ പല ശൈലികൾ, ഒരുപക്ഷെ സർക്കാരിൻ്റെ തന്നെ പല നിലപാടുകളും ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് നമുക്ക് കൂടുതൽ ഊർജം പകരുന്നു എന്ന് തന്നെ പറയണം. ഒരു വിഭാഗം ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാണെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിഷ്ഫലമല്ല.
നമ്മുടെ പുതിയ തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് നാം എടുക്കുന്ന ശക്തമായ പ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും അത് ഫലം കാണുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് ചെറിയ ക്ലാസ്സുകളിൽ മുതൽ കുട്ടികൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു, ഇസ്ലാമുകളും പെരുകുന്നു, അക്രമ പ്രവർത്തനങ്ങൾ അവയ്ക്ക് ശക്തമായ പിന്തുണ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സമൂഹത്തിൽ വരുത്തുന്ന വലിയ തിന്മകളാണ്. മദ്യം വീര്യം കുറഞ്ഞത് കുട്ടികളും സ്ത്രീകളും ഉപയോഗിച്ച് തുടങ്ങട്ടെ, പിന്നീട് അവരെല്ലാവരും എല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്നുള്ള ഇടൻ അജണ്ടയോടെയാണ് സർക്കാരും വീര്യം കുറഞ്ഞ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും ഇവയെപ്പോലും ഈ ലഹരിശീലം നയിക്കുക. എല്ലാ മുക്കിലും മൂലയിലും ലഹരി വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ കൂടുതൽ പേരെ ഈ ലഹരിയിലേക്ക്, മദ്യലഹരിയിലേക്ക് ആഴ്ത്തി അതിൽ നിന്ന് വരുമാനം കൊയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് സർക്കാരിൻ്റെ ഖജനാവിൽ ശമ്പളം കൊടുക്കാനായിട്ട് കാശ് വേണമെങ്കിൽ അത് മദ്യം വിറ്റിട്ട് വേണം, ലോട്ടറി വിറ്റിട്ട് വേണം. ഇങ്ങനെയൊരു ഗതികേടിൻ്റെ അവസ്ഥയിലാണ് നമ്മുടെ സമൂഹത്തിനായിരിക്കുക. അതിൻ്റെ തിക്തഫലങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് പുതുതലമുറകളാണ്, സ്ത്രീകളാണ്, കുട്ടികളാണ്. അസമാധാനം നിറഞ്ഞു നിൽക്കുന്ന കുടുംബാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഈ ലഹരി വസ്തുക്കൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കളെ ഉപയോഗം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഇളം തലമുറ, യുവതലമുറ, അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും യുവതികളും യുവാക്കന്മാരുമൊക്കെ ഈ ചതിക്കുഴിയിൽ വീണുപോയി ജീവിതം നശിപ്പിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്ന തലമുറയെ രക്ഷിക്കാനായിട്ട് KCPC മദ്യവിരുദ്ധ സമിതിയുടെ ഓരോ രൂപതാ തലത്തിലും വിവിധ ഇടവക തലങ്ങളിലും ഉള്ള ചെറു ഘടകങ്ങളായ യൂണിറ്റുകൾ ശക്തമായ പ്രവർത്തനവുമായിട്ട് നാം മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും അത് കുറേയൊക്കെ ഫലം കാണുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യാശ നഷ്ടപ്പെടാതെ പ്രതീക്ഷയോടെ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം ശക്തമാക്കാനായിട്ട് KCPC മദ്യവിരുദ്ധ സമിതിയുടെ നാം ഇന്ന് ഈ സിവിൽ സ്റ്റേഷൻ്റെ മുന്നിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ യൂണിറ്റിൻ്റെ മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ആകട്ടെ ഈ നാട്ടിലും ഇതിലൂടെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കടന്നു പോകുന്ന ഇത് കാണുന്ന ഓരോരുത്തരിലേക്കും ലഹരി വിരുദ്ധമായ ചിന്തകൾ പകർന്നു കൊടുക്കാനായിട്ട് നമ്മുടെ പ്രവർത്തനം വഴി ആകട്ടെ എന്ന് പ്രത്യേകമായി പ്രത്യാശിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ പ്രവാചക ധീരതയോടെ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താനായിട്ട് ഉള്ള നമ്മുടെ പരിശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ജാതി മതഭേദമന്യേ സകലരെയും ഈ ബോധവൽക്കരണത്തിലൂടെ ലഹരി മാരകമായ തിന്മയാണ്. മദ്യലഹരിയാണെങ്കിലും രാസലഹരികളാണെങ്കിലും മറ്റ് കഞ്ചാവ് അത്തരം ഉൽപ്പന്നങ്ങളാണെങ്കിലും എല്ലാം മാരകമായ തിന്മയാണ്. അത് വരുത്തി വയ്ക്കുന്ന വിനകൾ ചെറുതല്ല.
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി അതിൽ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകാൻ നാം ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല. നല്ല സമൂഹ രാഷ്ട്ര നിർമ്മിതിക്ക് ഇത് വലിയ മുതൽക്കൂട്ടാണ് എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ ഓരോരുത്തർക്കും കൂടുതൽ ഊർജം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയും ഇതിനുവേണ്ടി അധ്വാനവും അർപ്പണവും കാഴ്ചവെച്ച് സമയം മാറ്റിവെച്ച് വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏറ്റവും നന്മയുള്ള ഒരു ബോധവൽക്കരണ ദിനമായി മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ടും ഇതിനുവേണ്ടി അധ്വാനിക്കുകയും പ്ലാൻ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്മ എല്ലായിടങ്ങളിലും പ്രശോഭിക്കട്ടെ. ലഹരിക്കെതിരെ ശക്തമായ മുന്നേറ്റം നടത്താൻ ഉള്ള എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുഖ്യ സന്ദേശത്തിലൂടെ ഇന്നത്തെ നാടിൻ്റെ ഈ അവസ്ഥയും അതുപോലെ തന്നെ കത്തീഡ്രൽ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന നല്ല സന്ദേശം നൽകിയതിന് പ്രത്യേകമായിട്ട് കത്തീഡ്രൽ യൂണിറ്റിൻ്റെ വകയുള്ള നന്ദി അറിയിക്കുകയാണ്. നമുക്ക് അടുത്തതായിട്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എല്ലാവരും കൈകൾ ചെല്ലുന്നത് ഏറ്റിലെല്ലാം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും അവയുടെ ഉത്പാദനം ഉപയോഗം അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കൊറോണയുടെ ആശംസകൾ നൽകുന്നതിനായിട്ട് കൊറോണ പ്രസിഡന്റ് ശ്രീ ജോയി മറ്റ് ഭാരവാഹികളെ ന്യായമുള്ള നമ്മളിന്ന് ദിനപത്രം തുറക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും ദിനപത്രത്തിൽ കാണുന്നത് മദ്യത്തിനും ലഹരിക്കും അടിമയായവർ ചെയ്തിട്ടുള്ള ഓരോ അതിക്രമങ്ങൾ. അതില്ലാത്ത പത്രങ്ങളില്ല. എല്ലാ ദിവസവും ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളമടിച്ച് ജീവിതം തന്നെ വെള്ളത്തിലായവർ, ലഹരിക്ക് അടിമപ്പെട്ടവർ, പുകവലിച്ച് ജീവിതം തന്നെ പുകയായി തീർന്നവർ, രോഗബാധിതരായി ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നവർ, ഞരമ്പുകളിൽ ലഹരി കുത്തിവെച്ച് മരണത്തെ വരിക്കുന്നവർ, മരണത്തെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളും, ഈ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകുന്ന വിപത്തുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കൂടിയിരിക്കുകയാണ്. ഓരോ മകൻ, ദിനപത്രങ്ങളിൽ വരുന്ന വാർത്തയാണ്, ലഹരിക്ക് അടിമയായ മകൻ അച്ഛനെ വധിക്കുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു, ഭാര്യയെ ഉപദ്രവിക്കുന്നു. കൊലപാതകങ്ങൾ, ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ എല്ലാം ഈ ലഹരിയുടെ പ്രതിഫലമായിട്ട് ലഭിക്കുന്നതാണ്. ലഹരി ഉപയോഗം മൂലം നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും
പ്രവർത്തനങ്ങൾക്കും നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളിലുണ്ടായ മദ്യ ദുരന്തം, മദ്യം ലഹരിയിൽ ലഭിക്കാൻ വേണ്ടി മദ്യം കഴിച്ച് മരിക്കുന്നവർ എത്ര കുടുംബങ്ങൾക്കാണ് അവരുടെ മക്കളും സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ ഏക ആശ്രയമായിട്ടുള്ള മക്കൾ മരിക്കുന്നു, ഭർത്താവ് മരിക്കുന്നു, അച്ഛൻ മരിക്കുന്നു. അങ്ങനെ അച്ഛനെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ ഹതഭാഗ്യരായ ജനങ്ങൾ. ഈ ലഹരിയുടെ ഉപയോഗം മൂലം എന്തെല്ലാം ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിൽ അതൊരു വരുമാന മാർഗമായി ആ ലഹരി വർജനം, ലഹരി നിരോധനത്തിന് പകരം ലഹരി വർജനമായിട്ട് പ്രഖ്യാപിച്ച് ആ ലഹരി ധാരാളമായി നമ്മുടെ നാട്ടിൽ ഒഴുക്കാനുള്ള സ്രോതസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്, ഇതിനെല്ലാം എതിരായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലഹരിക്ക് എതിരായി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത ഭാവിയിൽ തലമുറ ലഹരി മുങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ തന്നെ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും കുട്ടികളിൽ തുടങ്ങി ഈ ലഹരി ഉപയോഗം സാർവത്രികമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ലഹരി മാഫിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരായി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഭാവി തലമുറ തന്നെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അടുത്തതായിട്ട് നമുക്കിതിനു വേണ്ടി ആശംസ നൽകാനായിട്ട് വൈസ് പ്രസിഡന്റ് ശ്രീ ജോനപ്പൻ പഞ്ഞിക്കാരനെ ക്ഷണിച്ചുകൊള്ളും. മദ്യവിരുദ്ധ പ്രവർത്തകരെ നമ്മളെ ആശംസ പ്രസാദം നടത്തിയ ജോൺ നമ്മുടെ ഈ ഇന്നത്തെ ദിവസം ഉദ്ഘാടനം ചെയ്ത ഇൻസ്പെക്ടർ ശങ്കർ സാർ, നമ്മുടെ സംസ്ഥാന പ്രതിനിധി അംഗം ശിവദാശിപുരി, മദ്യവിരുദ്ധ സമിതിയുടെ ബഹുദ ട്രഷറർ ജോളി തോമസ്, നമ്മുടെ ഇരിയാലക്കുട മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് സൈമൺ കാട്ടൂർ, സെക്രട്ടറി സന്ധ്യ, ഇതൊക്കെ എല്ലാ പ്രവർത്തകരെയും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് നിൽക്കുന്നത്. ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ബോധവൽക്കരണവും അതോടൊപ്പം നമ്മുടെ വീടുകളിൽ മദ്യം വർജിക്കലും അതനുസരിച്ച് അതിന് വാക്താക്കളാക്കുകയും ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ലഹരി ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത മാതിരിയാണ്. എല്ലാവരും ഒരു വിധത്തിൽ മറ്റുള്ള വിധത്തിൽ എല്ലാ ലഹരികൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ യുവജനത എന്താണ് ചെയ്ത് കൂട്ടുന്നതെന്ന് നമുക്ക് തന്നെ ആർക്കും അറിയില്ല. നമ്മുടെ മക്കളായാലും നമ്മുടെ അയൽവാസികളായാലും ആർക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പല പോലീസ് ഉദ്യോഗസ്ഥരും നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ അവർ പിടിക്കപ്പെടുന്നതും നമുക്ക് കാര്യങ്ങൾ അറിയുമ്പോൾ ഏതാണ്ട് എല്ലാവരും ഇതിന് അടിമപ്പെട്ട ഒരു മാതിരിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ അവസരത്തിൽ അന്താരാഷ്ട്ര ദിനത്തിൽ ഇവിടെ വന്ന് നമുക്ക് ആശംസ ചൊരിഞ്ഞ അച്ഛനും ഉദ്ഘാടനം ചെയ്ത ശങ്കർ സാറിനും ബാക്കി എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും ഇന്ന ദിവസങ്ങളിൽ നേരുന്നു. നന്ദി. അടുത്തായിട്ട് ആശംസ നേരാനായിട്ട് നമ്മുടെ കത്തീഡ്രൽ യൂണിറ്റിൻ്റെ സെക്രട്ടറിയായ ശ്രീമതി സന്ധ്യ ബൈജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട രൂപത ഡയറക്ടർ ജോപ്പോൾ എനച്ചനും പിന്നെ പ്രസിഡന്റ് സൈമൺ കാട്ടുകാരൻ, മറ്റു ഭാരവാഹികൾ, കൊറോന പ്രസിഡന്റ് ശ്രീ ജോയ് മുളരിക്കൽ, രൂപത ട്രഷറർ ശ്രീ ജോളി തോമസ്, ഞങ്ങളുടെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമായിട്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അച്ഛന് പ്രത്യേകം തിരക്കൊക്കെ മാറ്റി വെച്ച് അച്ഛൻ വന്നു. പിന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ശങ്കർ സാറിന് പ്രത്യേകം ആശംസകൾ നേരാണ്. പിന്നെ നമുക്ക് അറിയാം, സ്കൂള് തുറന്ന് 1 മാസം ആവാറായി. ഇപ്പോൾ കുട്ടികൾ പോലും ലഹരിക്ക് അടിമയാണ്.
നമ്മൾ കാണാം, നമ്മൾ പോകുമ്പോൾ കുട്ടികളെ കയ്യിൽ സിഗരറ്റ് ആയിട്ടും ബീഡി ആയിട്ടും നമ്മളത് കാണുമ്പോൾ അവരത് മാറ്റി ഉപയോഗിച്ചൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രതിഷേധ ധർമ്മയിലൂടെ ഒരു കുട്ടിയെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ സാധിക്കാൻ വലിയൊരു ഇതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇതുപോലെ നല്ല കാലാവസ്ഥ കിട്ടി. അപ്പോൾ നല്ലൊരു പരിപാടിയായി മാറ്റാൻ സഹായിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അടുത്തതായിട്ട് നമുക്ക് ആശംസ നൽകാനായിട്ട് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ബാബുവിനെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. സ്നേഹബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹമുള്ള ഭാരവാഹികളെ, ഇന്നത്തെ ദിവസം നമ്മൾ മദ്യവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇതിൻ്റെ ലഹരി പല രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ നാശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ, പ്രത്യേകിച്ച് യുവാക്കളിലും കുട്ടികളിലും പല രൂപത്തിൽ അത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ രക്ഷിക്കാൻ നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാം. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ എല്ലാവിധ ആശംസകളും അടുത്തതായിട്ട് ആശംസ നൽകാനായിട്ട് മുൻ പ്രസിഡന്റ് ശ്രീ ജോയ് ആലപ്പാട്ടിനെ ക്ഷണിച്ചുകൊണ്ടു. ഡയറക്ടർ ജോൺ സാറ്, കൊറോണ പ്രസിഡന്റ് മുൻ കാശപ്പുള്ളി, 26 തീയതി ലഹരി അന്താരാഷ്ട്ര ലഹരി ഇതിൻ്റെ ഭാഗമായി നമ്മുടെ CA ഇതിൻ്റെ ഉദ്ഘാടനം ജോൺ ബോയ് ഇതിനാൽ അഭിവാദ്യം ചെയ്തു. നമ്മൾ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുകയും ഇങ്ങനെ പല സ്ഥലങ്ങളിലും പെരുന്നാളുകൾക്കായാലും ഉത്സവങ്ങൾക്കായാലും മദ്യത്തിൻ്റെ പേരിൽ വളരെ അടിപിടി നടത്തുകയും മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇത് കൊറോണ പിടിച്ചിട്ട് പറഞ്ഞതുപോലെ കുട്ടികളെ പോലും വളരെ മോശമായി പെരുമാറാൻ സ്വന്തം മാതാപിതാക്കളും അച്ഛന്മാർക്കും മോശമായി പെരുമാറാൻ യാതൊരു മടിയില്ലാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇന്ന് ഇവിടെ നടത്തിയ ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചുകൊണ്ട് അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി ശ്രീ ജോയ്. നമുക്ക് അടുത്തതായിട്ട് ആശംസ പറയുന്നത് ഇപ്പോഴത്തെ ട്രഷറർ, കത്തീഡ്രൽ യൂണിറ്റിൻ്റെ ട്രഷററായ ശ്രീ ഷാജിയെ ക്ഷണിച്ചു കൊടുത്തു. മറ്റ് ഭാരവാഹികളെ, കത്തീഡ്രൽ സമിതിയാണല്ലേ, നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതിന് പ്രത്യേക ലക്ഷ്യം മദ്യത്തിനെതിരെ അന്താരാഷ്ട്ര ലഹരിദിനത്തോടനുബന്ധിച്ച് മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ്. അപ്പോൾ അത് ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഈ ബോധവൽക്കരണം എത്തിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പ്രത്യേകമായിട്ട് ഇപ്പം നമ്മുടെ ഭരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരു ഭരണസംസ്കാരത്തിന് പകരം മരണസംസ്കാരത്തിലൂടെ കടന്നു പോകും. അതായത് ജനത്തിന് മദ്യം കൊടുത്ത് എങ്ങനെ അവരെ നശിപ്പിക്കാം എന്നുള്ള ഇത് യുവജനങ്ങൾ മുതൽ, കൊച്ചുകുട്ടികൾ മുതൽ യുവജനങ്ങൾ മുതൽ ഈ തലമുറ മൊത്തമായി നശിപ്പിക്കാവുന്ന ഒരു മരണ സംസ്കാരമാണ്. ഈ ഒരു സംസ്കാരത്തിനെതിരെയാണ് നമ്മൾ നിലകൊള്ളുന്നതും അതിനുവേണ്ടി നമ്മൾ പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള മുമ്പൊരിക്കൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. ആൾ പറഞ്ഞത് ഇവിടെ മദ്യഷാപ്പുകൾ കൂടുതൽ വരുന്നതിൻ്റെ ആവശ്യം വിദേശികൾ വരുമ്പോൾ ഇവിടെ അവർക്ക് മദ്യം ലഭിക്കണം, എന്നാലും ടൂറിസ്റ്റുകൾ വരും എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികളുടെ കള്ളുഷാപ്പാണോ കേരളം എന്ന് വരെ
കള്ള് ഷാപ്പാണോ കേരളം എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതും അതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത്. എന്നാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വണ്ടി ഉയർന്ന ശേഷി നഷ്ടപ്പെടാത്ത ഒരു കൂട്ടം അംഗങ്ങളാണ് നമ്മളിവിടെ ഓരോരുത്തരും. അവൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ കടന്നുവന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് ആശംസ പറയാതെ മുൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ സജി പ്രധാന ക്ഷണിച്ചുകൊള്ളും. സംസ്ഥാന രൂപത കൊറോണ യൂണിറ്റ് തലത്തിലുള്ള ഭാരവാഹികളെ, മറ്റ് യൂണിറ്റ് അംഗങ്ങളെ, ഇന്ന് ഓരോ ദിവസവും ലഹരി ഉപയോഗം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും പൊതുജനം പൊതുവെ ചെയ്യുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെ പഴിക്കുക, ഭരണാധികാരികളെ പഴിക്കുക. നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ തലത്തിലുള്ളതായാലും ഇരുട്ടിനെ പഴിക്കാതെ ഒരു വിളക്കെങ്കിലും കത്തിച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ സജീവമായ സപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ടും ഈ ദിനാചരണവും ഇതിൻ്റെ സന്ദേശവും എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ സജി തോട്ടാൻ. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ നേരാനായിട്ട് നമ്മുടെ ഈ KCBC മധ്യസ്ഥ സമിതിയുടെ ഡയറക്ടറായ ജാഫർ കുറ്റിക്കാട്ടനും അതുപോലെ ജോയിൻറ്റ് ഡയറക്ടറായ നമ്മുടെ മിലിൻ സംവിധാനത്തിന് എത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ കുർബാനയുടെ ഒരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് കുർബാന ചെല്ലേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ടും വരാൻ സാധിച്ചിട്ടില്ല. അവരുടെ പേരിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ ഭംഗിയാക്കാൻ ശ്രമിച്ച ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടും നമ്മുടെ ഈ പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാൻ നമ്മുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഷിബു കാച്ചപ്പള്ളിയെ ക്ഷണിച്ചുകൊള്ളും. നമ്മോടൊപ്പമായിരിക്കുന്ന രൂപത ഡയറക്ടർ വർക്കീനച്ച, അതുപോലെ ഉത്തരവാദപ്പെട്ട പഠിക്കുന്ന ഭാരവാഹികളെ, ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. നാട് നന്മയിലേക്കാണെങ്കിൽ നടുവേ ഓടുന്നതിൽ തെറ്റില്ല. നാട് നാശത്തിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഇത്തരൊരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ചെറിയ പ്രവർത്തനം ഒട്ടും മോശമല്ല എന്ന് തെളിയിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. നമ്മളെ ഈ കൊച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന CI അത്രമാത്രം അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അതിൽ ഇത്രയും വലിയ പ്രോഗ്രാം അദ്ദേഹം തോമസ് സ്കൂളിൽ ഞാനിവിടെ സബ് ജില്ലാ തലത്തിൽ ഉദ്ഘാടനം നടത്തുകയാണ്. ആ പരിപാടിക്ക് പ്രോഗ്രാമിന് പോകുന്ന ആൾ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിക്ക് വരിക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്തരം കൊച്ചു കൊച്ചു പ്രവർത്തികൾ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടെന്ന് വലിയൊരു സന്ദേശമാണ് നാം നൽകുന്നത്. നാം ചെയ്യുന്ന ഈ പ്രവർത്തികളുടെ പലപ്പോഴും നാം മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വലുതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഒപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CI സാർ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് ക്ഷണിക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി മദ്യം മാത്രമല്ല ലഹരിക്കെതിരെയുള്ള ഇങ്ങനെയുള്ള പോസ്റ്ററുകളും കൂടി നിങ്ങൾ അന്നവിടെ പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ലഹരിക്കെതിരെയുള്ള നമ്മൾ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലഹരിയും മദ്യമൊക്കെ എന്തുമാത്രം സമൂഹത്തെ ദോഷമായി ബാധിക്കുന്നു എന്നുള്ളവരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ തന്നാലാവുന്ന വിധം ഞാനെന്ന പ്രവർത്തകൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമ്മൾ ഇതിനോട് പ്രതികരിച്ചു. ഈ സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ പ്രതികരിച്ചു. അത് നമ്മൾ ചെയ്യുന്ന നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അഭിമാനപരമാണ്. ഒപ്പം തന്നെ തമ്പുരാൻ്റെ മുമ്പിലും ഞാൻ എന്തായിരിക്കുമോ അതിനോട് വിശ്വസ്ത കാണിക്കാനുള്ള ഈ അവസരത്തിന് വേണ്ടി ഏറെ ബുദ്ധിമുട്ട് വന്ന എല്ലാ അംഗങ്ങളോട് ഓർക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഈ ചെറിയ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഒപ്പം ഇവിടെ വളരെ ഈ കൊച്ചു പരിപാടി ഈ തെരഞ്ഞെടുപ്പ് ചേർന്ന ഇവിടുത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സംഘ സാറിന് അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ ഇവിടെ എല്ലാവരുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ജോണച്ചൻ രൂപത ഡയറക്ടർ കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മൾ ചില വ്യക്തികളുടെ സാന്നിധ്യമൊക്കെ നമ്മളൊക്കെ ഏറെ സ്വാധീനിക്കും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സന്ദേശമൊക്കെ വളരെ എല്ലാ തലത്തിലും അതിൻ്റെ വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ ലഹരി എത്രമാത്രം ദോഷം വരുന്നവരൊക്കെ അദ്ദേഹം അതിനെ പ്രതിപാദിച്ച് സംസാരിക്കേണ്ടത് നമ്മുടെ ഒപ്പം ആയിരിക്കാനായിട്ട് സന്മനസ് കാണിച്ച രൂപത ഡയറക്ടറെയും നമ്മുടെ കത്തീഡ്രൽ യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി എല്ലാവരും സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ യൂണിറ്റ് ട്രഷറർ ശ്രീ സൈമൺ നാട്ടുകാരൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തോട് വിശ്വസ്ത കാണിക്കാനായിട്ട് ഏറെ ഓടിയർന്ന് പ്രവർത്തിക്കുകയാണ്.
നമുക്കൊരു അഭിമാനിക്കാം. അങ്ങനെ ആയിരിക്കണം ഒരു പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മളിവിടെ ആയിരിക്കും. നമുക്ക് ഓരോ അംഗങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ ഉത്തരവാദിത്തം ചെയ്യുന്നു. ഈ അവസരത്തിൽ ഇതിനു വേണ്ടി വളരെ ഭംഗിയായി ഓടിയാർന്ന് പ്രവർത്തിച്ച സൈമണും നമ്മുടെ യൂണിറ്റിൻ്റെ പേരിൽ ഞാൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച മറ്റു അംഗങ്ങൾ, ശ്രീ ജോളി തോമസ്, ഇപ്പോൾ തന്നെ ഫോർവേഡ് പ്രസിഡന്റ് ജോയ് മുളരികിൽ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫോർവേഡ് പ്രസിഡന്റൊക്കെ അദ്ദേഹം വരേണ്ടതാണ്. അദ്ദേഹം വന്ന് നമുക്ക് ആശംസകൾ പറഞ്ഞു. ഒപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന ഓരോ മെമ്പേഴ്സിനെയും ഞാൻ പറഞ്ഞത് എത്ര ചെറിയ മെമ്പറാണെങ്കിൽ പോലും നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ അർത്ഥമുണ്ട് എന്ന് നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും സംസാരിക്കുന്നു. ഈ പ്രോഗ്രാം നമ്മളെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു.